വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്ലാസൻറ്റേഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. പ്ലാസൻറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓവറിയുടെ ഒരു പാർട്ടാണ് എന്ത് പ്ലാസൻറ്റ എന്ന് പറയുന്നത്. ആ പ്ലാസൻറ്റയിലാണ് നമ്മുടെ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ ഒരു പാർട്ടിന് പറയുന്ന പേരാണ് എന്ത് പ്ലാസൻറ്റ. അതുപോലെ നമ്മുടെ പ്ലാസൻറ്റേൻ്റെ അറേഞ്ച്മെൻറ്റ്, ഓവറിയിലുള്ള അറേഞ്ച്മെൻറ്റ്, പ്ലാസൻറ്റേൻ്റെയും അതുപോലെ തന്നെ ഓവ്യൂൾസിൻ്റെയും ഓവറിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത് പ്ലാസൻറ്റേഷൻ. പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാസൻ്റെയും അതുപോലെ തന്നെ ഓവ്യൂൾസും ഓവറിയിൽ എങ്ങനെയാണോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്ലാസൻറ്റേഷൻ. അപ്പോൾ നമ്മൾ പല രീതിയിലായിരിക്കും ഓരോ പ്ലാന്റിലും അതിൻ്റെ ഓവറിയിൽ ഓവ്യൂൾസും പ്ലാസൻ്റെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് പല രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ രീതികൾ നോക്കാം. ആദ്യത്തെയാണ് എന്താ? മാർജിനൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസൻറ്റ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്ലാസൻറ്റ ബിയറിങ് ഓവ്യൂൾ, നമ്മുടെ ഓവ്യൂളിനെ ബിയർ ചെയ്യുന്ന ആ ഒരു പ്ലാസൻറ്റ എന്ന് പറയുന്നത് നമ്മുടെ കാർപ്പൽസിൻ്റെ രണ്ട് മാർജിൻസിൻ്റെ ജംഗ്ഷനിലായിരിക്കും ആ ഒരു പ്ലാസൻറ്റ ഉണ്ടാവുന്നത്. നമ്മുടെ ഓവ്യൂൾസിനെ ക്യാരി ചെയ്യുന്ന ആ ഒരു പ്ലാസൻറ്റ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബിയർ ചെയ്യുന്ന ആ ഒരു പ്ലാസൻറ്റ എന്ന് പറയുന്നത് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? നമ്മുടെ കാർപ്പൽസിൻ്റെ രണ്ട് മാർജിൻ്റെ ഇടയിലുള്ള ആ ഒരു ജംഗ്ഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഡെവലപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മാർജിനൽ പ്ലാസൻറ്റേഷൻ എന്നാണ് പറയാം. ഇതിൻ്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെന്താണ്? നമ്മുടെ പയറിലൊക്കെ എങ്ങനെയാണ് അതിൻ്റെ സീഡ് അറേഞ്ച് ചെയ്തതെന്ന് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എവിടെയാണ് അതിൻ്റെ പ്ലാസൻറ്റ. ആ ഒരു രണ്ട് മാർജിൻസിൻ്റെ ഇടയിലുള്ള ആ ഒരു ജംഗ്ഷനിലാണ് എന്ത് പ്ലാസൻറ്റ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മളെ ക്ലൈറ്റോറിയം ക്രോട്ടലേറിയാണ്. അതുപോലെ നമ്മൾ ശംഖുപുഷ്പം, കിൽക്കാമെട്ടി അങ്ങനത്തെ പ്ലാന്റിൽ, അതായത് നമ്മുടെ ഫാബേസിയയിൽ വരുന്ന ആൾക്കാരിലാണ്. അതായത് നമ്മുടെ പയറിൻ്റെയൊക്കെ വിത്ത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ ശംഖുപുഷ്പത്തിൻ്റെയൊക്കെ വിത്ത് എടുത്ത് നോക്കി തന്നാൽ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു മാർജിനൽ പ്ലാസൻറ്റേഷൻ മനസ്സിലാവും. ഓക്കെ, ഈ മാർജിനൽ പ്ലാസൻറ്റേഷൻ ഉണ്ടാവുന്ന ഓവറിയുടെ പ്രത്യേകതകൾ നോട്ട് ചെയ്യാം. ഒന്ന് മോണോകാർപ്പിലറി ആണ്. മോണോകാർപ്പിലറി അല്ലെങ്കിൽ മൾട്ടികാർപ്പിലറി. മോണോകാർപ്പിലറി അല്ലെങ്കിൽ മൾട്ടികാർപ്പിലറി ആയിട്ടുള്ള ഓവറി ആയിരിക്കും. അപ്പോകാർപ്പസ് ആയിരിക്കും. അതായത് കാർപ്പൽസ് എന്താണ്? ഫ്രീ ആയിരിക്കും. കാർപ്പൽസ് ഫ്രീ ആയിട്ടുള്ള ഓവറികളിലാണ് ഈ ഒരു മാർജിനൽ പ്ലാസൻറ്റേഷൻ കാണുന്നത്. യൂണിലോക്കുലാർ ഓവറീസ് ആയിരിക്കും. അതായത് ഒരൊറ്റ ലോക്യൂൾ അല്ലെങ്കിൽ ഒറ്റ ചേമ്പർ മാത്രമുള്ള ഓവറീസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ മോണോ അല്ലെങ്കിൽ മൾട്ടി കാർപ്പിലറി ആയിരിക്കും. അപ്പോകാർപ്പസ് അതായത് കാർപ്പൽസ് ഫ്രീ ആയിരിക്കും. യൂണിലോക്കുലർ ആയിട്ടുള്ള ഓവറീസിലാണ് എന്തുണ്ടാവുന്നത്? മാർജിനൽ പ്ലാസൻറ്റേഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. മോണോ അല്ലെങ്കിൽ മൾട്ടിയാണ്, അപ്പോകാർപ്പസ് ആയിരിക്കും എന്നുള്ള പോയിന്റ് ഓർക്കുക. അതുപോലെ തന്നെ യൂണിലോക്കുലർ ഓവറീസ് ആയിരിക്കും. നമ്മുടെ ക്ലൈറ്റോറിയം, ക്രോട്ടലേറിയം, പി ഒക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്ത പോർഷൻ നോക്കാം. അടുത്തതാണ് പറൈറ്റൽ പ്ലാസൻറ്റേഷൻ. പറൈറ്റൽ പ്ലാസൻറ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓവ്യൂൾസ്, അതായത് പ്ലാസൻറ്റ ബിയറിങ് ഓവ്യൂൾസ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പ്ലാസൻറ്റ എന്ന് പറയുന്നത് ഓവറിൻ്റെ ഇന്നർ വാളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ കാർപ്പൽസിൻ്റെ ഫ്യൂസ്ഡ് മാർജിൻസിനോട് ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാസൻറ്റ എന്ന് പറയുന്നത് ഓവറിൻ്റെ ഉള്ളിലുള്ള വാളിൽ നമ്മുടെ കാർപ്പൽസിൻ്റെ ഫ്യൂസ്ഡ് മാർജിൻസിൻ്റെ കൂടെയാണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് കാണുന്നത് ഇതിലൊക്കെയാണ്? നമ്മുടെ കുക്കുർബിറ്റേസിയ ഫാമിലിയിൽ നമ്മുടെ കക്കിരിക്ക, അതുപോലെ തന്നെ വെള്ളേരി, അതിലൊക്കെയാണ് നല്ല ക്ലിയർ ആയിട്ട് അതിൻ്റെ ആ ഒരു കായ മുറിച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ വെള്ളരിക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പറൈറ്റൽ പ്ലാസൻറ്റേഷൻ കാണാനായിട്ട് പറ്റും. അതായത് നമ്മുടെ ഓവറിൻ്റെ ഉള്ളിലത്തെ വാളിലാണ് എന്ത് ഈ ഒരു പ്ലാസൻറ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഓവ്യൂൾസിനെ ബിയർ ചെയ്യുന്ന ഒരു പ്ലാസൻറ്റ എന്ന് പറയുന്നത് ഉള്ളിലത്തെ വാളിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓവറി കാർപ്പൽസിൻ്റെ ഫ്യൂസ് ചെയ്ത മാർജിൻസിൻ്റെ അവിടെയാണ് എന്ത് ഈ ഒരു പ്ലാസൻറ്റ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു പോർഷനാണ് എന്ത്? അതെങ്ങനത്തെ ഓവറികളിലാണ് ഉണ്ടാവുക എന്നുള്ളത്. മൾട്ടി കാർപ്പിലറി ആയിട്ടുള്ള സിൻകാർപ്പസ്, അതായത് ഫ്യൂസ്ഡ് ആയിട്ടുള്ള ഓവറികളിലാണ് ഇത് കാണുന്നത്. യൂണിലോക്കുലാർ അല്ലെങ്കിൽ മൾട്ടിലോക്കുലാർ ആയിട്ടുള്ള ഓവറിയിലാണ് എന്ത് ഈ ഒരു ഇത് കാണുന്നത്. ഒന്നെങ്കിൽ ഒറ്റ ലോക്യൂളായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് ലോക്യൂൾസ് ഉള്ള ഓവറീസിലാണ് ഇത് കാണുക. മൾട്ടി കാർപ്പിലറി ആണ്, സിൻകാർപ്പസ് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം.
ഇനി പ്ലാസൻ്റയുടെ നമ്പർ എന്ന് പറയുന്നത് എത്ര കാർപ്പൽസ് ഉണ്ടോ ആ നമ്പറിന് ഈക്വൽ ആയിരിക്കും. ഇത് കാണുന്നത് കുക്കുർബിറ്റ അതുപോലെ തന്നെ ക്ലിയോമിലൊക്കെ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തതാണ് എന്താ ആക്സിയൽ പ്ലാസൻറ്റേഷൻ. ആക്സിയൽ പ്ലാസൻറ്റേഷൻ്റെ പ്രത്യേകത എന്താണ്? ആക്സിയൽ പ്ലാസൻറ്റേഷൻ്റെ പ്രത്യേകത ഓക്കെ, ആക്സിയൽ പ്ലാസൻറ്റേഷനിൽ പ്ലാസൻ്റ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ആക്സിസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. പ്ലാസൻ്റ എന്ന് പറയുന്നത് സെൻട്രൽ ആക്സിസിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ എന്തുണ്ടായിരിക്കും? പാർട്ടീഷൻ വാൾ അല്ലെങ്കിൽ സെപ്റ്റ മീറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടീഷൻ വാളുകൾ ഉണ്ടായിരിക്കും, സെപ്റ്റകൾ ഉണ്ടായിരിക്കും. ഇതുണ്ടാവുന്നത് മൾട്ടി കാർപ്പലറിയും സിങ്ക് കാർപ്പസും അതുപോലെ തന്നെ മൾട്ടി ലോക്കുലാർ ആയിട്ടുള്ള ഓവറിയിലാണ് ഈ ഒരു ആക്സിയൽ പ്ലാസൻറ്റേഷൻ ഉണ്ടാവുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മുടെ ഹിബിസ്കസ് അതുപോലെ തന്നെ ഇക്സോറൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഈ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷനും ആക്സിയൽ പ്ലാസൻറ്റേഷനുമായിട്ട് ചെറിയ ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. രണ്ടും സെൻട്രൽ ആക്സിസിലാണ് കാണുന്നത്. എന്നാൽ നമ്മുടെ ആക്സിയൽ പ്ലാസൻറ്റേഷനിൽ എന്തുണ്ട്? സെപ്റ്റാസ് ഉണ്ട്. എന്നാൽ ഇവിടെ സെപ്റ്റ ഇല്ല. നമ്മളെ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷനിൽ സെപ്റ്റ ഇല്ല. മൾട്ടി കാർപ്പുലറി സിങ്കാർപ്പസ് രണ്ടും സെയിം ആണ്. മൾട്ടി കാർപ്പുലറി സിങ്കാർപ്പസ് ഓവറിയിലാണ് ഉണ്ടാവുന്നത്. എന്നാൽ നമ്മുടെ ഫ്രീ സെൻട്രലിൽ യൂണിലോക്കുലാർ ആയിട്ടുള്ള ഓവറീസ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ നമ്മുടെ ആക്സിയൽ പ്ലാസൻറ്റേഷനിൽ മൾട്ടി ലോക്കുലാർ ആയിട്ടുള്ള ഓവറീസിലാണ് ഉണ്ടാവുക. എക്സാമ്പിൾ ഓർത്ത് വയ്ക്കുക, പോർട്ടുലാക്ക, മറ്റൊരുത്ത് ഹിബിസ്കസും അതുപോലെ തന്നെ ഇക്സോറയാണ്. അതാണ് നമ്മുടെ ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഇനി അടുത്തത് ബേസൽ പ്ലാസൻറ്റേഷൻ. പേര് സൂചിപ്പിക്കുന്ന പോലെ പ്ലാസൻ്റ എന്ന് പറയുന്നത് ഓവറിയുടെ ബേസിലാണ് ഉണ്ടാവുന്നത്. മോണോ കാർപ്പലറി അല്ലെങ്കിൽ പോളി കാർപ്പലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി ആയിട്ടുള്ള ഓവറിയിലാണ് ഉണ്ടാവുക. യൂണിലോക്കുലാർ ആയിട്ടുള്ള ഓവറി ആയിരിക്കും. ഒരൊറ്റ പ്ലാസൻ്റ ഉണ്ടാവുള്ളൂ. ആ ഒരു ബേസിൽ ഒരു സിംഗിൾ പ്ലാസൻ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ നമ്മൾ ട്രൈഡാക്സ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി അടുത്തൊരു പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷനാണ്. സൂപ്പർഫിഷ്യൽ പ്ലാസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലാസൻ്റ എന്ന് പറയുന്നത് സ്കാറ്റേർഡ് ആയിട്ട് ആയിരിക്കും ഉണ്ടാവുക. ഇറഗുലർ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമ്മുടെ പാർട്ടീഷൻ വാളിൻ്റെ സർഫസിൽ ഇറഗുലർ ആയിട്ട് സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും പ്ലാസൻ്റ ഉണ്ടാവുക. ഇത് മൾട്ടി കാർപ്പലറി സിങ്കാർപ്പസ് ആൻഡ് മൾട്ടി ലോക്കുലാർ ഓവറിയിലാണ് ഉണ്ടാവാറ്. ഇതിൻ്റെ എക്സാമ്പിളാണ് വാട്ടർ ലില്ലി. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കാം, നമ്മുടെ മാർജിനൽ പ്ലാസൻറ്റേഷനിൽ മാത്രമാണ് അപ്പോ കാർപ്പസ് ഓവറി എന്ന് പറയുന്നത്. ബാക്കിയുള്ളതിലെല്ലാത്തിലും സിങ്കാർപ്പസ് ഓവറിയാണ്. പിന്നെ ഉള്ളത് മൾട്ടി കാർപ്പുലറി അതുപോലെ തന്നെ മൾട്ടി ലോക്കുലാർ അല്ലേ? അത് നോക്കി എഴുതാം. ഇപ്പം നമ്മുടെ സൂപ്പർഫിഷ്യലിൽ മൾട്ടി കാർപ്പുലറി ഓവറിയാണ്. ബേസലിലാവുമ്പോൾ മോണോ കാർപ്പലറി ആവാം, മൾട്ടി കാർപ്പലറി ആവാം. ഫ്രീ സെൻട്രലിലാവുമ്പോൾ മൾട്ടി കാർപ്പലറിയാണ്. ആക്സിയൽ പ്ലാസൻറ്റേഷനിലും മൾട്ടി കാർപ്പലറിയാണ്. അതുപോലെ തന്നെ നമ്മുടെ പറൈറ്റലിലും മൾട്ടി കാർപ്പലറിയാണ്. മാർജിനിൽ ഒന്നെങ്കിൽ മോണോ അല്ലെങ്കിൽ മൾട്ടി. ഓക്കെ, അപ്പം നമ്മുടെ മാർജിനലിലും അതുപോലെ തന്നെ ബേസലിലുമാണ് മോണോ കാർപ്പലറി അല്ലെങ്കിൽ മൾട്ടി കാർപ്പലറി എന്ന് പറയുന്ന കണ്ടീഷൻ വരുന്നത്. ബാക്കി എല്ലാത്തിലും മൾട്ടി കാർപ്പലറി ആണെന്ന് ഓർത്ത് വയ്ക്കാം. പിന്നെ ലോക്യൂൾസിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർജിനൽ പ്ലാസൻറ്റേഷനിൽ യൂണിലോക്കുലാറാണ്. പറൈറ്റലിൽ യൂണി അല്ലെങ്കിൽ മൾട്ടി. ആക്സിയലിൽ മൾട്ടി ലോക്കുലാറാണ്. ഫ്രീ സെൻട്രലിൽ യൂണിലോക്കുലാറാണ്. ബേസലിൽ യൂണിലോക്കുലാറാണ്. സൂപ്പർഫിഷ്യലിൽ മൾട്ടി ലോക്കുലാറാണ്. അത് ഓർത്ത് വയ്ക്കുക, ഏതൊക്കെയിലാണ് മൾട്ടി ലോക്കുലാർ എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നമ്മളിങ്ങനെ ജസ്റ്റ് എഴുതി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർഫിഷ്യലിൽ മൾട്ടി ലോക്കുലാർ ആയിട്ടുള്ള ഓവറിയാണ്. ബേസലിൽ യൂണിലോക്കുലാർ ആയിട്ടുള്ള ഓവറിയാണ്. ഫ്രീ സെൻട്രലിൽ യൂണിലോക്കുലാറാണ്. ആക്സിയലിൽ മൾട്ടി ലോക്കുലാറാണ്. പറൈറ്റലിൽ യൂണി അല്ലെങ്കിൽ മൾട്ടിയാണ്. മാർജിനലിൽ യൂണിലോക്കുലാർ ആയിട്ടുള്ള ഓവറിയാണ്. ബാക്കി എല്ലാ പോയിൻറ്റ്സും കിട്ടിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫിഗേഴ്സ് ഒന്ന് നോക്കാം. ഇതാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. മാർജിനൽ പ്ലാസൻറ്റേഷൻ്റെ ഫിഗറാണിത്. ഇതിലാണല്ലോ മാർജിനിലാണ് ആ ഒരു ജംഗ്ഷനിലാണ് നമ്മുടെ പ്ലാസൻ്റ എന്ന് പറയുന്നത്. നമ്മുടെ ഓവറി ബിയറിങ്
ഓവ്യൂൾ ബിയറിംഗ് പ്ലാസൻറ്റ എന്ന് പറയുന്ന ആ ഒരു മാർജിനിലാണ് കാണുന്നത്. ഇവിടെ മൊത്തമായിട്ട് എന്താണ് ആ ഒരു ആക്സിസിൽ മാർജിൻസിൽ ഫ്യൂസ് ചെയ്തിട്ട് ഇന്നർ വാളിലാണ് എന്ത് കാണുന്നത്, ആ ഒരു പ്ലാസൻറ്റ ബിയറിംഗ് ഓവ്യൂൾസ് കാണുന്നത്. ഇനി ഇവിടെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സെപ്റ്റാസ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ആക്സിസിലാണ്, ഇതാണ് എന്ത് സെൻട്രൽ ആക്സിസ്. ഈ സെൻട്രൽ ആക്സിസുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് കാണുന്നത്, ആ ഒരു പ്ലാസൻറ്റ ബിയറിംഗ് ഓവ്യൂൾ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ LSഉം അതുപോലെ തന്നെ CS-ഉം LSഉം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പറൈറ്റലിൻ്റെതും നമ്മുടെ ആക്സിയൽ പ്ലാസൻറ്റേഷൻ്റെയും LSകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പറൈറ്റൽ എങ്ങനെയാണ്, ഓവ്യൂൾസ് ഇങ്ങനെ തിരിഞ്ഞിട്ടാണ് അല്ലേ, ഈ ഒരു ഭാഗത്താണ് ഓവ്യൂൾസ് കാണുന്നത്. ഇവിടെ എങ്ങനെയാണ് സെൻട്രൽ ആക്സിസിലാണ് എന്ത് ആ ഓവ്യൂൾസ് ആ ഒരു ആക്സിസുമായി ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇനി ഫ്രീ സെൻട്രൽ ആകുമ്പോൾ എന്താണ് ആ ഒരു സെപ്റ്റ എന്ന് പറയുന്നത് ഉണ്ടാവുന്നില്ല, സെപ്റ്റകളില്ല. സെപ്റ്റ ഇല്ലാത്ത രീതിയിലുള്ള ആ ഒരു ഇതാണ് എന്താ ഫ്രീ സെൻട്രൽ എന്ന് പറയുന്നത്. ബേസിലാവുമ്പോൾ ബേസിൽ ഒരൊറ്റ ഒരു പ്ലാസൻറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് എന്ത് ബേസൽ പ്ലാസൻറ്റേഷൻ. സൂപ്പർഫിഷ്യൽ ആകുമ്പോൾ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു പാർട്ടീഷൻ വാളിൻ്റെ ഇടയിൽ സ്കാറ്റേർഡ് ആയിട്ട് ഒരുപാട് പാർട്ടീഷൻ വാൾസ് ഉണ്ട്. ആ പാർട്ടീഷൻ വാൾസിൽ സ്കാറ്റേർഡ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, നമ്മുടെ പ്ലാസൻറ്റ ഉണ്ടാവുക. അതാണ് എന്ത് സൂപ്പർഫിഷ്യൽ. അപ്പോൾ ഇതാണ് ഇത്രയും ടൈപ്സ് പ്ലാസൻറ്റേഷനാണ്. പിക്ചർ വരയ്ക്കാൻ പഠിക്കാം. പിക്ചർ വരച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ പ്ലാസൻറ്റേഷൻ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.